അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോല് രോഹിത്തിനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ഒരു ചർച്ചയിലാണ് എല്ലാവരും. അപ്പം നമ്മുടെ മനുവും അലീന ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ടേ. അപ്പം മനു പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്, ഇനി ഞാനും കൂടെ അലീനയ്ക്കൊപ്പം വരാം, ഞാനും കൂടെ ഒന്ന് ശരണിനോട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ആഹാ നടന്ന കാര്യം തന്നെ, ഇനി എന്തായാലും അവർ നമ്മുടെ രണ്ട് പ്രതികളുടെ ഏജന്റുമാരായിട്ടേ കാണുള്ളൂ, നമ്മൾ ഇനി ചെന്നാൽ അവർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ശരണിയെ സ്വാധീനിക്കാൻ വേണ്ടി ചെല്ലുന്നതാണെന്ന്, അവരതിനെ ഒരിക്കലും അനുവദിക്കില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് അലീന പറയുകയാണ്. അപ്പുറത്ത് നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നമ്മൾ ഇക്കാര്യം ഡീൽ ചെയ്ത ആൾ കൂടുതൽ സീരിയസ് ആയി പോകത്തേ ഉള്ളൂ, അലീന ആ മയത്തിൽ പറഞ്ഞ് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ നമ്മുടെ ഗോവർദ്ധൻ പറയുകയാണേ. പിന്നീട് നമ്മുടെ രോഹിത്തിന്റെ വക്കീലും ബാലചന്ദ്രനും അലീനയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, ഇനി ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളികളും കാര്യങ്ങളും എല്ലാം. കാരണം ഇനി ഞാൻ അവളെ കാണാൻ പോയാൽ അവളുടെ വീട്ടുകാരോ നാട്ടുകാരോ എന്നെ അവിടെ അടുപ്പിക്കണമെന്നില്ല എന്നിങ്ങനെ അലീന പറയുന്ന ഒരു നിമിഷങ്ങളും ബാലചന്ദ്രനും നമ്മുടെ വക്കീലൊക്കെ ഇനി എങ്ങനെ ഈ സത്യം പുറത്തു കൊണ്ടുവരും എന്നുള്ളൊരു എന്താ പറയാ ചിന്തയിലൊക്കെ തന്നെയാട്ടോ ഇരിക്കുന്ന ഒരു രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.